നമസ്കാരം. രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേമ പെൻഷൻ പദ്ധതി നടപ്പാക്കി വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളുടെ കൊച്ചു കേരളം. അപ്പോൾ 1600 രൂപ വീതം 62 ലക്ഷത്തോളം ആളുകൾക്ക് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ എന്നീ വിഭാഗങ്ങൾ നൽകി വരുന്നുണ്ട്. ഇത് കൃത്യമായി തന്നെ എല്ലാ മാസവും അവരുടെ അക്കൗണ്ടുകളിലേക്കും ഇനിയും കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ അവരുടെ വീടുകളിലേക്കും എത്തിച്ചു നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇതിൽ ധനവകുപ്പിൻ്റെ ഒരു പരിശോധന പ്രകാരം 1458 സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ അനർഹരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ വിഭാഗത്തിലെ പല ആളുകളും ഇതിൻ്റെ പങ്കുകൾ പറ്റുന്നതായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ ഓഫീസ് അസിസ്റ്റന്റ്മാർ, ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ പെൻഷൻ തിരിച്ചു പിടിക്കുക, അതായത് പലിശ സഹിതം ഇത്രയും നാളും കൈപ്പറ്റിയ പെൻഷനും അതിൻ്റെ പലിശയും സഹിതമാണ് ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ പെൻഷൻ ലിസ്റ്റിൽ ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ആളുകൾ എങ്ങനെ കടന്നുകൂടി എന്നതുകൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി മസ്റ്ററിങ്ങിൽ തിരിമറി നടത്തുന്നതിന് വേണ്ടി വ്യാജരേഖകൾ ഉപയോഗിച്ചോ എന്ന് പോലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇവരുടെ പെൻഷൻ നിർത്തലാക്കുകയും ചെയ്യുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പെൻഷൻ സംബന്ധമായ എല്ലാ അറിയിപ്പുകൾക്കുമായി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്